സഹതാപം കലർന്നതും കുത്തിനോവിക്കുന്നതുമായ ഒരുപാട് നോട്ടങ്ങളെ അതിജീവിച്ചു വന്നയാളെന്ന നിലയ്ക്ക് ഇത്തരം വീഡിയോകളുടെ തനിക്ക് വിയോജിപ്പാണ്. ഹൃദയസ്പർശിയായ വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് ഇത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായും വിഷമം തോന്നും. പക്ഷേ നിങ്ങൾ വിചാരിച്ചതല്ല കാര്യങ്ങൾ. കേട്ട വാർത്തകൾ പലതും സത്യമാണെന്നും അമൽ പറഞ്ഞു. തനിക്ക് കുറച്ച് കാര്യങ്ങൾ ഗോപിനാഥ് മുതുകാടിനോട് പറയാനുണ്ട്. അത് ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിയണം. വിമർശനങ്ങളെ മനസ്സിലാക്കുകയും പ്രശ്നങ്ങളെ തിരുത്തുവാനും ശ്രമിക്കണം. ഭിന്നശേഷിക്കാരായ ആളുകളുടെ രക്ഷിതാക്കൾക്കും വിദഗ്ധർക്കും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനും പല കാര്യങ്ങളും നിർദ്ദേശിക്കാനുണ്ടാവും. ഈ മേഖലയിൽ താങ്കൾ പഠിച്ചതിനേക്കാൾ വിവരവും അനുഭവസമ്പത്തുമുള്ളവരാണവർ. നിങ്ങൾ ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളെക്കുറിച്ച് തയ്യാറാക്കുന്ന വീഡിയോയിൽ സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിക്കരുത്. അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇത്തരം വീഡിയോകൾ വഴി ജനങ്ങളുടെ സഹതാപത്തെ ചൂഷണം ചെയ്യുകയാണ്. അവ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾക്കായി ഇപ്പോൾ വാദിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കായി വാദിക്കില്ലെന്നും അമൽ ചൂണ്ടിക്കാട്ടി.